കൊളോണിയൽ ബ്രിട്ടീഷ് ലെജിസ്ലേഷൻസിൽ ഡയറക്റ്റ് എലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ചെയ്ത 1909 ആണോ അതോ 1919 ആണോ? അതുപോലെ വിമൻ ഫ്രാഞ്ചൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1919 ആണോ അതോ 1935 ആണോ? യൂഷ്വലി UPSC ചോദ്യം ചോദിച്ചു കാണുന്നതും എന്നാൽ ആസ്പിറൻസിന് കൺഫ്യൂഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അതിൽ തന്നെ UPSC ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാറ് 1919 ആക്ടും 1935 ആക്ടിനെയും ബേസ് ചെയ്തിട്ടാണ്. Welcome to Rise Up Prelim Star Super 100, and in today's session we are going to discuss Government of India Act 1919 and 1935 for your prelims. നമ്മൾ ഈ ആക്ടിലേക്ക് കടക്കുമ്പം ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആക്ടിന്റെ പ്രൊവിഷൻസ് കാണാതെ പഠിക്കുക മാത്രമല്ല, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഓരോ ആക്ടിലും ഓരോ പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് കൂടുതലായിട്ട് പെട്ടെന്ന് പഠിക്കാനും അതുപോലെ തന്നെ UPSC ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കാനും കൂടുതൽ എളുപ്പത്തിൽ പറ്റും. ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1857 ശേഷം, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ബ്രിട്ടീഷ് കൊണ്ടുവന്ന ആക്ടുകളൊക്കെ കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ഫോമിലുള്ളതായിരുന്നു. അതായത് കൂടുതൽ ഇന്ത്യക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിലായിരുന്നു ഈ പറയുന്ന റിഫോംസ് ഒക്കെ തന്നെയും കൊണ്ടുവന്നത്. അത് 1858 ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് കഴിഞ്ഞ് വന്ന എല്ലാ ആക്ടിലും ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1892 ആക്ടിൽ ലിമിറ്റഡ് റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നു, അതായത് ഇൻഡയറക്റ്റ് എലക്ഷൻസ്. അതുപോലെ 1909 നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് മുസ്ലിം ലീഗിനെ അപ്പീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്നത് 1909 ആക്ടിലാണ്. അതിൻ്റെ ശേഷം പിന്നീട് വരുന്നതാണ് 1919 ആക്ടും 1935. 1919 ആക്ടിലാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്ട്ലി എലക്റ്റഡ് ഗവൺമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത് ഈ പറയുന്ന 1919 ആക്ടിലാണ്. അതായത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് 1919 ആക്ടിലാണ്. ആൻഡ് 1935 വന്നപ്പോഴേക്കും ഇത് കുറച്ചും കൂടി വൈഡർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ കൊണ്ടുവരുന്നത് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ്. അതായത് പ്രൊവിൻസസിന് ഓട്ടോണമി കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. മുന്നേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗവർണർ ജനറൽസ് എപ്പോഴും പ്രൊവിൻസസിന്റെ പവർ കൂടി അവരുടെ കയ്യിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. വാരൻ ഹേസ്റ്റിങ്സും അതുപോലെ തന്നെ കോൺവാലിസും തുടങ്ങി ഇങ്ങോട്ടേക്ക് വന്ന കൂടുതൽ ഗവർണർ ജനറലുകളും ശ്രമിച്ചത് അവരുടെ കയ്യിലേക്ക് പ്രൊവിൻസസിന്റെ കൺട്രോൾ കൊണ്ടുവരാനാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് പ്രൊവിൻസസിന് ഓട്ടോണമി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1935 ആക്ടിൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ വെക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് പ്രൊവിഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ പാറ്റേൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആദ്യമായിട്ട് നമുക്ക് 1919 ആക്ട് നോക്കാം. 1919 ആക്ടിനെ നമ്മൾ മൊണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോം എന്നുകൂടി വിളിക്കാറുണ്ട്. ബിക്കോസ് ആ സമയത്തെ ഗവർണർ ജനറൽ, സ്റ്റേറ്റ് സെക്രട്ടറി, അതനുസരിച്ചാണ് നമ്മൾ മൊണ്ടേഗു ഷെംസ്ഫോർഡ് അവരുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് നമ്മൾ റിഫോംസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ മൊണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇയർ ഇസ് 1919. അപ്പോൾ അവിടെ എന്തൊക്കെ ആണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഒന്നാമതായിട്ട് നാഷണൽ മൂവ്മെന്റ് വളരെ പീക്കിൽ നിൽക്കുന്ന സമയമായിരിക്കും. ഇതിന് തൊട്ട് മുന്നേ നടന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹോം റൂൾ മൂവ്മെന്റ് ആയിരിക്കും. ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ഗവൺമെന്റ് വേണം, അല്ലെങ്കിൽ സെൽഫ് റൂൾ വേണം എന്നുള്ളതായിരുന്നു ഹോം റൂൾ മൂവ്മെന്റിന്റെ ഒരു പ്രധാന ആവശ്യം. അത് ഒരു കോൺസെപ്റ്റ്. രണ്ടാമതായിട്ട് ഈ സമയത്ത് വേൾഡ് വാർ ഓൺഗോയിങ് ആണ്, വേൾഡ് വാർ 1. അപ്പോൾ വേൾഡ് വാർ 1 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ വേൾഡ് വാർ 1 ബ്രിട്ടീഷിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരു ബെറ്റർ റിവാർഡ് ഇന്ത്യക്കാർ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പീരീഡ് കൂടിയാണ്. വേൾഡ് വാർ 1 കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നാഷണൽ മൂവ്മെന്റ് പീക്കിൽ നിൽക്കുകയാണ്. ഹോം റൂൾ മൂവ്മെന്റ് വന്ന സമയമാണ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് മൊണ്ടേഗൂസ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. മൊണ്ടേഗൂസ് ഡിക്ലറേഷൻ. മൊണ്ടേഗു അതിൽ പറയുന്നത് ഇന്ത്യക്കാർക്ക് ഗ്രാജുവലി റെസ്പോൺസിബിൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിഫോംസ് കൊണ്ടുവരാനുണ്ട്. ആൻഡ് ഇവഞ്ച്വലി വളരെ പതുക്കെ ഇന്ത്യക്കാർക്ക് സെൽഫ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് മൊണ്ടേഗു പറഞ്ഞത്. അപ്പോൾ മൊണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോമിന് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം കാണാൻ.
അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് മൊണ്ടേഗു ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രൊവിഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുമ്പം ഇതാണ് 1919 ആക്ടിലെ മേജർ പ്രൊവിഷൻസ്. ഏറ്റവും ആദ്യം റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബൈക്യാമറലിസം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ബ്രിട്ടൻ ചെയ്തത്. ബൈക്യാമറലിസം ഇപ്പം നമുക്ക് എല്ലാവർക്കും ബൈക്യാമറലിസം അറിയായിരിക്കും. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ് സെൻറ്ററിൽ നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് അപ്പർ ഹൗസ് രാജ്യസഭയുണ്ട്, ലോവർ ഹൗസ് ലോക്സഭയുണ്ട്. അപ്പം സിമിലർലി ഇവിടെ ഇതേപോലെ ഒരു അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ് ബൈക്യാമറലിസം കൊണ്ടുവരികയാണ് ബ്രിട്ടൻ ആദ്യം ചെയ്തത് സെൻട്രൽ ലെജിസ്ലേച്ചറിൽ. ആൻഡ് സെൻട്രൽ ലെജിസ്ലേച്ചറിൽ കൊണ്ടുവന്ന ഈ ബൈക്യാമറലിസത്തിന് ബ്രിട്ടൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ രണ്ട് ഹൗസസിലേക്കുള്ള ആളുകളും ഡയറക്ട്ലി എലക്റ്റഡ് ആയിരിക്കണം. അതായത് അപ്പർ ഹൗസിലേക്കുള്ളവരും ലോവർ ഹൗസിലേക്കുള്ളവരും ഡയറക്ട്ലി എലക്റ്റഡ് ആയിരിക്കണം എന്നാണ് ബ്രിട്ടൻ പറഞ്ഞത്. ഡയറക്ട്ലി എലക്റ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എലക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ആയി. ഓക്കെ, അപ്പോൾ ബൈക്യാമറലിസം ആണ് ആദ്യത്തെ കോൺസെപ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് എലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? വോട്ട് ചെയ്യാൻ ആൾ വേണം, ഫ്രാഞ്ചൈസി വേണം അല്ലേ? ഫ്രാഞ്ചൈസിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫ്രാഞ്ചൈസ് എല്ലാവർക്കും കൊടുക്കുമോ? ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഓവറോൾ വേൾഡിലുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കിയാൽ തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വ്യാപകമായിട്ടില്ല. പല സ്ഥലങ്ങളിലുണ്ട്, പലയിടത്ത് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു രീതിയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അപ്പം ഇന്ത്യ പോലൊരു കോളനിയിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ബ്രിട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഫ്രാഞ്ചൈസി വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇത് കണ്ടീഷൻസിനെ ബേസ് ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നമ്മുടെ ലാൻഡ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു ബ്രിട്ടൻ എന്ത് ചെയ്തത്? ഫ്രാഞ്ചൈസി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് ആയിരുന്നു, പക്ഷേ ഡയറക്റ്റ് എലക്ഷൻ അവിടെ ഉണ്ട്. ഇനി വോട്ട് ചെയ്യാൻ കാൻഡിഡേറ്റ്സ് വേണം അല്ലേ? കാൻഡിഡേറ്റ്സ് അവർക്ക് എങ്ങനെയാണ് സീറ്റ് ഡിവൈഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്നത് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കുറച്ചധികം വിഭാഗങ്ങൾ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1909 മുസ്ലിംസിന് മാത്രമായിരുന്നു കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് കൊടുത്തിരുന്നതെങ്കിൽ 1919 ആയപ്പോഴേക്കും ബ്രിട്ടൻ അത് ക്രിസ്ത്യൻസ്, സിഖ്സ്, ആംഗ്ലോ ഇന്ത്യൻസ് എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടി കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് സെൻട്രൽ ഗവൺമെന്റിലെ ഒരു ലെജിസ്ലേച്ചറിന്റെ കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെൻട്രലിൽ 2 ലിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൻട്രൽ ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലിസ്റ്റും. അപ്പം ഈ പ്രൊവിൻഷ്യൽ ലിസ്റ്റിന്റെ കാര്യമാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിലെ കാര്യങ്ങൾ യൂഷ്വലി നമ്മുടെ കാര്യത്തിലാണെങ്കിൽ സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ. സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് വന്നപ്പം പ്രൊവിൻഷ്യൽ ലിസ്റ്റിലെ കാര്യങ്ങൾ പ്രൊവിൻസസ് മാത്രമല്ല ഡിസൈഡ് ചെയ്തത്, അതായത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ മാത്രമല്ല ഡിസൈഡ് ചെയ്തത്, 2ആയിട്ട് അതിനെ പിന്നെയും തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആയിട്ട് തിരിച്ചു. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാർക്കി എന്ന് വിളിക്കുന്നത്. ഡയാർക്കി. അപ്പോൾ പ്രൊവിൻസസിലെ ഡയാർക്കി, പ്രൊവിൻഷ്യൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1919 ആക്ടിലാണ്. പ്രൊവിൻസസ് ലെജിസ്ലേച്ചർ വന്നു, ലെജിസ്ലേച്ചറിലുള്ള സബ്ജക്ട്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. ഈ റിസർവ്ഡ് ലിസ്റ്റിനെ ഗവേൺ ചെയ്തിരുന്നത് ഗവർണർ ജനറൽ വിത്ത് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിരുന്നു. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിനെ ലെജിസ്ലേറ്റീവ്, അതായത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെയായിരുന്നു ഗവേൺ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. റിസർവ് ലിസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് ലിസ്റ്റും ഉണ്ടായിരുന്നു പ്രൊവിൻഷ്യൽ ഡയാർക്കിന്റെ ഭാഗമായിട്ട്. അതിൽ റിസർവ് ലിസ്റ്റിനെ ഗവർണർ ജനറൽ വിത്ത് ഹിസ് എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊവിൻഷ്യൽ ലിസ്റ്റിനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു ഗവേൺ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് UPSC ചോദിക്കാൻ സാധ്യതയുള്ളത് റിസർവ് ലിസ്റ്റിലെ സബ്ജക്ട് ഏതൊക്കെയാണ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റിലെ സബ്ജക്ട് ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സെൻട്രൽ ലിസ്റ്റിലുള്ള സബ്ജക്ട്സ് മിക്കവാറും റിസർവ് ലിസ്റ്റിൽ വരാനാണ് സാധ്യത. അതായത് ഗവൺമെന്റിനെ ഡയറക്ട്ലി, സെൻട്രൽ ഗവൺമെന്റിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന, അതിന്റെ പവറിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന എല്ലാ സബ്ജക്ട്സും ബേസിക്കലി റിസർവ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. പ്രൊവിൻസസിന് കൊടുക്കാൻ പറ്റും, ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഹെൽത്ത്, അങ്ങനെയുള്ള ചില ഇവരെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പ്രൊവിൻഷ്യൽ ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വെക്കുക. പ്രൊവിൻഷ്യൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഇന്ത്യൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് എല്ലാ വർഷവും ഇന്ത്യൻസിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ തന്നെ ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ ഇൻ കൗൺസിലൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇത്രയാണ് ഇതിൽ വരുന്ന മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് പ്രൊവിൻസസിൽ ബൈക്യാമറലിസം ഇല്ല, സെൻട്രലിൽ ബൈക്യാമറലിസം ഉണ്ട്. പക്ഷെ പ്രൊവിൻസസിൽ എന്തുണ്ട്, ഡയാർക്കി ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളോട് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ വിമന് വോട്ടിംഗ് റൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ എല്ലാ വിമണിനും ഉണ്ടോ, എല്ലാ വിമണിനും ഇല്ല. പക്ഷെ വിമണിന് ഈ വോട്ടിംഗ് റൈറ്റ്സ് ഈ പറയുന്ന നേരത്തെ ഫ്രാഞ്ചൈസിന്റെ കൂട്ടത്തിൽ വിമണും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി 1919 ആക്ടിലെ കൂടുതൽ ചോദ്യം ചോദിച്ചു വരുന്ന ഭാഗത്തു നിന്നുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഒരു ഹൈ കമ്മീഷണർ ഓഫീസ് ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ട്രേഡിംഗ് യൂറോപ്പ് ഒക്കെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് 1858 ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ചില ഫംഗ്ഷൻസ്, സ്പെസിഫിക് ഫംഗ്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയാണ് ഹൈ കമ്മീഷണേഴ്സ് ഓഫീസ് ഇൻ ലണ്ടൻ എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് 1919 ആക്ടിലാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കാരണം മൊണ്ടേഗൂസ് ഡിക്ലറേഷനിൽ മൊണ്ടേഗു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻസിനെ എംപ്ലോയ്മെന്റിലും അതുപോലെ തന്നെ സിവിൽ സർവീസസിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻസിന് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഇന്ത്യൻസിനെ കൂടുതൽ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേയ്മെന്റ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് 1858 ആക്ടിൽ ഇന്ത്യൻ റവന്യൂ യൂസ് ചെയ്തിട്ടായിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 1919 ആക്ട് അതിനെ ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ബ്രിട്ടീഷ് എക്സ്ചക്കറിൽ നിന്ന് പേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വേറൊരു ആസ്പെക്ട് റിഗാർഡിംഗ് ബജറ്റ്. ഇപ്പൊ 1892 ആക്ടിലൊക്കെ നമ്മൾ സെൻട്രൽ ബജറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെൻട്രൽ ബജറ്റ് തന്നെയാണ് പ്രൊവിൻസസിലുള്ള കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ആൻഡ് ത്രൂ 1919 ആക്ട് സെൻട്രൽ ബജറ്റ് ആൻഡ് പ്രൊവിൻഷ്യൽ ബജറ്റ് വർ സെപ്പറേറ്റഡ്. ഈ രണ്ട് ബജറ്റും സെപ്പറേറ്റ് ചെയ്തു. ഇത്രയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഒന്ന് ബൈക്യാമറലിസം ഇൻ സെൻട്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഡയാർക്കി ഇൻ പ്രൊവിൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി ഡയറക്റ്റ് എലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആൻഡ് പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ബജറ്റ് സെപ്പറേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രൊവിഷൻസ് ഇതേപോലെ നോക്കുക. ആൻഡ് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആക്ട് എന്ന് പറയുന്നത് 1935 ആക്ട് ആണ്. 1935 ആക്ടിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1919 ആക്ടിന്റെ സക്സസ് എത്രമാത്രം ഉണ്ടായിരുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യാനും അതിലൊരു റിപ്പോർട്ട് കൊടുക്കാനും വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ദാറ്റ് ഈസ് സൈമൺ കമ്മീഷൻ. അങ്ങനെ സൈമൺ കമ്മീഷൻ ഇതൊക്കെ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ സമയത്ത് ഇന്ത്യയിൽ കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണ സ്വരാജ്യ കോൺസെപ്റ്റ് ഒക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഇന്ത്യയിൽ നടന്ന നാഷണൽ മൂവ്മെന്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം, ഇന്ത്യയിലെ ഗവേണൻസ് പൂർണ്ണ സ്വരാജ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ, മോഡേൺ ഇന്ത്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അതിൽ 2 എണ്ണത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കോൺഗ്രസ് പങ്കെടുത്തു. അതുപോലെ തന്നെ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ക്ലാസ്സിന് റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലൂടെ ഉണ്ടായിട്ടുള്ള കൺക്ലൂഷൻസ്, അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ്, ഇന്ത്യയിലെ നാഷണൽ മൂവ്മെന്റ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിന്റെ പുറത്താണ് 1935 ആക്ട് വരുന്നത്. 1935 ആക്ട് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1935 ആക്ടിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള മാക്സിമം, അതായത് കുറേ പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് 1935 ആക്ടിൽ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ 1935 ആക്ടിന്റെ പ്രൊവിഷൻസിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് തന്നെ 1935 ആക്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ. ആൻഡ് ആരൊക്കെയായിരിക്കും അതിൻ്റെ മെമ്പേഴ്സ്? ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ മെമ്പേഴ്സ് ബ്രിട്ടീഷ് പ്രൊവിൻസസും അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ആയിരിക്കും. ഇതാണ് ബേസിക്കലി നമ്മുടെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞത്.
അതിൽ ബ്രിട്ടീഷ് പ്രൊവിൻസസ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ബ്രിട്ടീഷ് ആണ് അതിന്റെ കാര്യം തീരുമാനിക്കുന്നത്, ബ്രിട്ടീഷ് പ്രൊവിൻസസിന് മെമ്പേഴ്സ് ആവാം. പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ കാര്യം, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്തില്ല, ഇതിൽ ജോയിൻ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ല, പ്രപ്പോസ് ചെയ്യൽ മാത്രമേ ചെയ്തുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തില്ല. അത് ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കണ്ടു പ്രൊവിൻസസിൽ ഡയാർക്കി കൊണ്ടുവന്നു അല്ലേ, പ്രൊവിൻസസിൽ ഡയാർക്കി കൊണ്ടുവന്നു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് അപ്പോൾ ഈ പറയുന്ന 1919 ആക്ടിലെ റിഫോംസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പ്രൊവിൻസസിൽ ഡയാർക്കി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ സൈമൺ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പ്രൊവിൻഷ്യൽ ഡയാർക്കി വാസ് എ ഫെയിലിയർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു, 1935 ആക്ടിൽ ഈ പ്രൊവിൻഷ്യൽ ഡയാർക്കി അബോളിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പകരം പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പ്രൊവിൻസസിന് ഇപ്പോൾ കംപ്ലീറ്റ് ഓട്ടോണോമി വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രൊവിൻസസ് ഇപ്പോൾ പവർ എടുക്കുന്നത് ഡയറക്ട്ലി ഫ്രം ബ്രിട്ടീഷ് മൊണാർക്കാണ്. പ്രൊവിൻസസിന് അവരുടെ ഫിനാൻസ്, റിസോഴ്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവിൻസസിന് തീരുമാനിക്കാം. അങ്ങനെ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി കൊണ്ടുവന്നു, പ്രൊവിൻഷ്യൽ ഡയാർക്കി അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ പ്രൊവിൻസസിൽ എന്ത് കൊണ്ടുവന്നു, ബൈ ക്യാമറലിസം കൊണ്ടുവന്നു. നേരത്തെ നമ്മൾ കണ്ട അപ്പർ ഹൗസ് ലോവർ ഹൗസ് കോൺസെപ്റ്റ് പ്രൊവിൻസസിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രൊവിൻസസിൽ ബൈ ക്യാമറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദർ ഇസ് അനദർ കോൺസെപ്റ്റ് കോൾഡ് ജോയിന്റ് സിറ്റിംഗ്. ഇപ്പൊ നമുക്കറിയാം സെൻട്രൽ ബൈ ക്യാമറലിസം ഉണ്ട്, പ്രൊവിൻസസിലും ബൈ ക്യാമറലിസം ഉണ്ട്. അപ്പൊ ഇവിടെ ബില്ലുകളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഡെഡ് ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ടുവന്നു, 1935 ആക്ടിലൂടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് പ്രൊവിൻഷ്യൽ ഡയാർക്കി അബോളിഷ് ചെയ്തു. പകരം എന്ത് ചെയ്തു, സെൻട്രലിൽ ഇപ്പോഴും എന്തുണ്ട്, ഡയാർക്കി ഉണ്ട്. സെൻട്രലിൽ ബേസിക്കലി ഫെഡറൽ, അതായത് പ്രൊവിൻഷ്യൽ ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ആയിരുന്നത് നമ്മൾ 3 ലിസ്റ്റാക്കി ഡിവൈഡ് ചെയ്തു. ഫെഡറൽ, പ്രൊവിൻഷ്യൽ ആൻഡ് കൺകറന്റ്. ഇങ്ങനെ 3 ലിസ്റ്റ് വന്നു. ഇപ്പൊ ഫെഡറൽ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ സെൻട്രൽ ലെജിസ്ലേച്ചർ തീരുമാനിക്കും, പ്രൊവിൻഷ്യൽ ലിസ്റ്റിലുള്ളത് പ്രൊവിൻസസ് തീരുമാനിക്കും, കൺകറന്റിലുള്ളത് രണ്ടുപേരും തീരുമാനിക്കും. പക്ഷെ ഇവിടെ എവിടെയും എന്ത് ചെയ്തില്ല, ഗവർണർ ജനറലിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ സെന്ററിനും പ്രൊവിൻസസിനും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആബ്സല്യൂട്ട് പവർ എന്ന് പറയുന്നത് ഗവർണർ ജനറലിന്റെ കയ്യിലാണ്. അതായത് റെസിഡ്യൂറി പവർ, ഇതിലെ റെസിഡൽ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ വന്നാലൊക്കെ റെസിഡ്യൂറി പവർ ഇരിക്കുന്നത് ഗവർണർ ജനറലിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഗവർണർ ജനറലിന് ഇപ്പോഴും വീറ്റോ പവർ ഉണ്ട്. അപ്പോൾ ഇവരെടുക്കുന്ന എന്ത് തീരുമാനവും, സെൻട്രൽ ലെജിസ്ലേച്ചർ എടുക്കുന്നതും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ എടുക്കുന്നതുമായിട്ടുള്ള ഏത് തീരുമാനവും ഗവർണർ ജനറൽക്ക് വീറ്റോ ചെയ്യാൻ പറ്റും. ഗവർണർ ജനറലിന്റെ കയ്യിലാണ് റെസിഡ്യൂറി പവർ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പവർ ഡിവിഷനെ പറ്റിയുള്ളത്. അടുത്തായിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിന്റെ കോൺസെപ്റ്റ് ആണ്. നമ്മൾ 1931 to 33 നമ്മുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു, കമ്മ്യൂണൽ അവാർഡ് വന്നു. അതിന്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഡിപ്രസ്ഡ് ക്ലാസസിനും അതുപോലെ തന്നെ വിമൻ ലേബർ ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസസിന് ഈ പറയുന്ന സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ 1919 ആക്ടിൽ മുസ്ലിംസിനെ കൂടാതെ ആംഗ്ലോ ഇന്ത്യൻസ്, സിഖ്സ്, ക്രിസ്ത്യൻസ് ഇത്രയും പേർക്ക് കൊടുത്തിരുന്നു. ഇവിടെ വന്നപ്പം അത് വിമനും ലേബറിനും ഡിപ്രസ്ഡ് ക്ലാസ്സിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രാഞ്ചൈസ് പിന്നെയും എക്സ്പാൻഡ് ചെയ്തു. അത് ഒബ്വിയസ് ആണ്. 1919 കൂടുതൽ 1935 വരുമ്പോൾ ഫ്രാഞ്ചൈസ് എക്സ്പാൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഫ്രാഞ്ചൈസി പിന്നെയും എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ പറ്റി പഠിച്ചിരുന്നു. 1858 ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടി 1858 ആക്ടിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ കൗൺസിൽ ഓഫ് ഇന്ത്യനെ 1935 ആക്ടിൽ അബോളിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി 1935 ആക്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1935 ആക്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പല പ്രൊവിഷൻസും എടുത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പൊളിറ്റിയും മോഡേൺ ഇന്ത്യയും ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വേണം വായിക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ നിന്നുള്ള കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് കിട്ടിപ്പോകും കേട്ടോ. അതുപോലെ 1935 ആക്ടിൽ പിന്നീട് വരുന്ന കുറച്ച് സബ്സിക്വന്റ് പ്രൊവിഷൻസിൽ ഒന്ന് റിസർവ് ബാങ്ക് പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1935 ആക്ടിലാണ്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് വരുന്നത് 1935 ആക്ടിലാണ്. അതുപോലെ തന്നെ ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനും 1935 ആക്ടിലാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം മുന്നേ പറഞ്ഞ ആ ഒരു പവർ ഡിവിഷൻ, അതുപോലെ തന്നെ സബ്ജക്ട്സ്, ഡയാർക്കി, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം.
ഇത്രയാണ് 1919 ആൻഡ് 1935 ആക്ടിലെ പ്രൊവിഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിലൊക്കെ UPSC ചില ട്രാപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് UPSC കുറച്ച് ട്രാപ്സ് സെറ്റ് ചെയ്യാറുണ്ട്. ഈ ട്രാപ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഒന്നാമതായിട്ട് തന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻസസ് എങ്ങനെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെൻട്രൽ, ഗവർണർ ജനറൽ ആൻഡ് പ്രൊവിൻസസ് ഇവരുടെ പവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് UPSC ചോദിക്കാറ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ തറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അധികം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1935 ആക്ട് അനുസരിച്ച് റെസിഡ്യൂറി പവർ ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവിൻഷ്യൽ ഗവർണറുടെ കയ്യിലാണോ അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെ കയ്യിലാണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ അടിക്കാതിരിക്കാനാണ് ഈ ഒരു പ്രൊവിഷൻ കൃത്യമായിട്ട് നോക്കി പോകാൻ പറയുന്നത്. അതായത് ഈ ട്രാപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഭാഗം കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അടുത്തായിട്ട് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് വെർ കെപ്റ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫെഡറൽ ലെജിസ്ലേച്ചർ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ അതിൽ സെൻട്രൽ ലിസ്റ്റിൽ വരാൻ ഗവർണൻസിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവർണർ ജനറലിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പവറിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ എവിടെയാണ് വെക്കുക, അത് ആരായിരിക്കും ഗവേൺ ചെയ്യുക എന്നുള്ളതനുസരിച്ച് വേണം ഇത് ആൻസർ ചെയ്യാൻ. ഓക്കെ, അടുത്തൊരു ട്രാപ്പ് എന്ന് പറയുന്നത് പുതിയ ഇൻട്രൊഡക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഈ 1919 ആക്ട് മാത്രമല്ല, അല്ലെങ്കിൽ 1919, 1935 ആക്ട് മാത്രമല്ല, ബാക്കിയുള്ള ആക്ടുകൾ പഠിക്കുമ്പോഴും പുതിയ ഇൻട്രൊഡക്ഷൻസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ പുതിയ ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് ഫോർ മുസ്ലിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1919 ആക്ട് ആണ്. അപ്പോൾ ന്യൂ ഇൻട്രൊഡക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു ട്രാപ്പ് എന്ന് പറയുന്നത് ആ സമയത്ത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു പീരീഡിലെ ഇന്ത്യയിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, മൊത്തത്തിലുള്ള ഗ്ലോബൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗ്രാൻഡിങ് വോട്ടിംഗ് റൈറ്റ്സ് ടു വിമൻ എബവ് ഏജസ് ഓഫ് 21, ഓൾ വിമൻ എബവ് ദ ഏജ് ഓഫ് 21. അപ്പം ഇവിടെ എല്ലാവർക്കും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധ്യത വളരെ കുറവാണ്. അതിൽ തന്നെ എല്ലാ വിമണിനും കൊടുക്കാനുള്ള സാധ്യതയും കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് UPSC ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൽ UPSC നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ട്രാപ്പുകളും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊവിഷൻസ് പഠിക്കുമ്പം ഒന്നാമതായിട്ട് എന്തൊക്കെയാണ് UPSC ചോദിക്കുന്ന ഏരിയാസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ ഏരിയാസിലാണ് UPSC നിങ്ങൾക്ക് വേണ്ടി ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ 1919 ആൻഡ് 1935 ആക്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ക്വസ്റ്റ്യൻസ്. So start studying smartly and revise multiple times. Let's rise up together. Thank you.